ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ഗാവോ വൃഷാ വത്സതരാ ഹരിദ്രാ തൈലരൂഷിതാഃ വിചിത്രധാതു ബർഹസൃഗ്വസ്ത്ര കാഞ്ചനമാലിനഃ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഗാവോ, ഗാവ എന്നാൽ ഗോക്കള്. വൃഷ, വൃഷാഹ എന്നാൽ കാളകൾ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഗോകുലം എന്ന ഗ്രാമം, ഓരോ വീടും ആ ഗോകുലവാസികൾ എങ്ങനെയാണ് അലങ്കരിച്ചതെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഗോകുലം തന്നെ പ്രസിദ്ധമായിട്ടുള്ളത് ഗോക്കളുടെ പേരിലാണ്. ഗോക്കളാണ് അവിടുത്തെ ആ നാടിൻ്റെ ധനം, ഐശ്വര്യം, സമ്പത്ത് എല്ലാം. അപ്പോൾ ആ ഗോക്കളെ എങ്ങനെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആ ഗോക്കളെ എങ്ങനെയാണ് അലങ്കരിച്ചത്, ഗോക്കൾക്ക് എങ്ങനെയാണ് ഇതൊരു ഉത്സവം മേളമായി മാറിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ വൃഷഹ എന്നാൽ കാളകൾ, വത്സതര, വത്സതര എന്നാൽ വത്സം എന്നാൽ പശുക്കുട്ടികൾ. അവിടെ പലതരത്തിലുള്ള പശുക്കുട്ടികൾ ഉണ്ടായിരുന്നു. അവയൊക്കെ ഹരിദ്രാ തൈലരൂഷിതാഹ. ഹരിദ്ര എന്നാൽ മഞ്ഞൾ, തൈലം എന്നാൽ എണ്ണ. അപ്പോൾ മഞ്ഞളും എണ്ണയുമൊക്കെ തേച്ച്, രൂഷിതാഹ എന്ന് പറഞ്ഞാൽ അതിനെ തേച്ച് പിടിപ്പിച്ച്, അവിടെ ഈ പശുക്കളെയും പശുക്കുട്ടികളെയും കാളകളെയും ഒക്കെ ഈ മഞ്ഞളും എണ്ണയൊക്കെ തേൽപ്പിക്കപ്പെട്ട് വിചിത്രധാതു ബർഹസൃഗ്വസ്ത്ര കാഞ്ചനമാലിനഃ. ഇവിടെയും കുറച്ച് വലിയ ഒരു പദമാണ്, നമുക്ക് ചെറുതായി പറഞ്ഞു നോക്കാം. വിചിത്ര എന്നാൽ മനോഹരങ്ങളായിട്ടുള്ള, വിചിത്രം എന്നതിനേക്കാളേറെ എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നുള്ള, മനോഹാരിത കൊണ്ട് അത്ഭുതം തോന്നുന്ന, അങ്ങനെയുള്ള അത്ഭുതകരമായ മനോഹരങ്ങളായ പറഞ്ഞത് വിചിത്ര ധാതു ബർഹസൃഗ് വസ്ത്ര കാഞ്ചന. ധാതു എന്ന് പറഞ്ഞാൽ മനയോലയാണ്. അപ്പോൾ ധാതു വിചിത്രങ്ങളായ മനോഹരങ്ങളായിട്ടുള്ള മനയോലകൾ, അതുപോലെ ബർഹ, ബർഹ എന്നാൽ പീലികൾ, അതേപോലെ സൃക് എന്ന് പറഞ്ഞാൽ മാലകൾ, വസ്ത്ര എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ, കാഞ്ചന മാലിനഃ, കാഞ്ചനം എന്നാൽ പൊന്നാണ്, കാഞ്ചന മാലിനഃ എന്ന് പറഞ്ഞാൽ പൊന്നിൻ ചങ്ങലകൾ. അപ്പോൾ ഇവയെല്ലാം ചാർത്തി അവിടെ ഗോക്കളെയും ഒക്കെ അലങ്കരിപ്പിച്ച് നിർത്തി. ഗോക്കളൊക്കെ അവിടെ അലങ്കരിക്കപ്പെട്ടു നിന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു. അവിടെ രാവിലെ സ്നാനം ചെയ്ത് ശുദ്ധീകരിച്ച് ശുദ്ധമായി അവരൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു ഗോകുലവാസികൾ. ഇവിടെ ഈ പശുക്കളെയും കാളകളെയും പശുക്കുട്ടികളെയും ഒക്കെ, കാരണം ഭഗവാൻ അപ്പോഴല്ലേ പ്രീതനാകൂ. ഭഗവാന് പ്രിയപ്പെട്ടത് ചെയ്യുമ്പോഴാണ് ഭഗവാൻ സംപ്രീതനാവുന്നത്. ഇവിടെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പശുക്കുട്ടികളെയാണ്. അതുകൊണ്ട് തന്നെ ഗോകുലവാസികളൊക്കെ ഈ പശുക്കളെയും കാളകളെയും പശുക്കുട്ടികളെയും ഒക്കെ രാവിലെ മഞ്ഞളും എണ്ണയും ഒക്കെ തേച്ച് അതിനെ കുളിപ്പിച്ച് എല്ലാം ഒരുക്കി. എങ്ങനെയാണ് ഒരുക്കിയത്? വളരെ മനോഹരങ്ങളായിട്ടുള്ള മനയോലകൾ, അതുപോലെ പീലികൾ, മാലകൾ, വസ്ത്രങ്ങൾ, പിന്നെയോ ഈ കാഞ്ചനമാലിന പൊന്നിൻ്റെ ചങ്ങലയൊക്കെ ഇട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴുത്തിലും ധാരാളം ഈ സ്വർണ്ണമാലകളുമൊക്കെ ഇട്ട്, ഇനിയും അതിൻ്റെ കഴുത്തിനും അതുപോലെ തന്നെ നെറ്റിയിൽ ഒരു ഗോപിക്കുറിയൊക്കെ, സ്വർണത്തിൻ്റെ ഒരു ഗോപിക്കുറിയൊക്കെ തൊടുവിച്ച് അതിനെ അങ്ങനെ അലങ്കരിച്ച് വളരെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് അവരെയും കൂടെ ഒക്കെ അലങ്കരിപ്പിച്ച് നിർത്തിയിരുന്നു ഭഗവാന്റെ ഈ സംസ്കാര കർമ്മത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാന്റെ പ്രീതിക്ക് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ആ ഗോകുലവാസികൾ ചെയ്തിരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഗാവോ വൃഷാ വത്സതരാ ഹരിദ്രാ തൈലരൂഷിതാഃ വിചിത്രധാതു ബർഹസൃഗ്വസ്ത്ര കാഞ്ചനമാലിനഃ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ട് പാദങ്ങളും രണ്ട് വരികളുടെയും അവസാനം
വിസർഗമുള്ളത് കൊണ്ട് തന്നെ അത് പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ ഹരിദ്രാതൈലരൂഷിതാഹ അത് ചേർത്ത് വായിക്കണം, ബുദ്ധിമുട്ടില്ല. ഹരിദ്രാതൈലരൂഷിതാഹ അത് ചേർത്ത് വായിച്ചാൽ മതിയാവും. അടുത്ത വരി വരുമ്പോൾ കുറച്ച് വലിയൊരു പദമാണ്. അതും നമ്മൾ ചെറിയ വാക്കുകളായി പറഞ്ഞിരുന്നു. വിചിത്ര ധാതു ബർഹ സൃഗ്വസ്ത്ര കാഞ്ചന മാലിനഃ. അവിടെ വായിക്കുമ്പോൾ വിചിത്ര ധാതു ബർഹ സൃഗ്വസ്ത്ര കാഞ്ചന മാലിനഃ. അഗ്വ കഴിയുന്നതും അങ്ങനെ തന്നെ വായിക്കാൻ ശ്രമിക്കുക. അത് അത്രയും കൂടി ചേർത്ത് തന്നെ വായിക്കേണ്ടതുമാണ്. അതും ശ്രദ്ധിക്കുക. തുടക്കക്കാർ ചെറിയ പദങ്ങൾ ചേർത്ത് വായിച്ച് പരിശീലനം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.